വെൽക്കം ബാക്ക്. നമ്മൾ ഡിബഞ്ചേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഡിബഞ്ചേഴ്സിനകത്ത് ഡിബഞ്ചേഴ്സ് എങ്ങനെയൊക്കെയാണ് ഇഷ്യൂ ചെയ്യണേ? കൺസിഡറേഷൻ ഫോർ ക്യാഷ്, അതർ ദാൻ ക്യാഷ്, അല്ലെങ്കിൽ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് ഡിബഞ്ചേഴ്സ് എടുത്തു വയ്ക്കാം. ഈ 3 കേസിനകത്ത് നമ്മൾ 2 കേസുകളാണ് ഓൾറെഡി കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മളിപ്പോൾ ഈ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ഫോർ ക്യാഷ്. മനസ്സിലായി? നമ്മൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു, നമുക്ക് ക്യാഷ് കിട്ടുന്നു. നോർമൽ ജേണൽ എൻട്രി എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ക്യാഷ് കിട്ടുന്ന സാഹചര്യത്തിൽ നമുക്ക് ജേണൽ എൻട്രി എന്താ ചെയ്താൽ bank account debtor to debentures account അല്ലേ? സപ്പോസ് ഒരു 1,00,000 രൂപയാണ് ഡിബഞ്ചേഴ്സ് എങ്കിൽ 1,00,000 രൂപ നമുക്ക് ക്യാഷ് കിട്ടിയതായിട്ടും 1,00,000 രൂപ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തതായിട്ടും നമ്മൾ കണക്കാക്കും. ബാലൻസ് ഷീറ്റിനകത്ത് എവിടെയൊക്കെ വരും ഇങ്ങനെ ഒരു ജേണൽ എൻട്രി? ക്യാഷ് ബാലൻസ് അസറ്റ് സൈഡിനകത്ത് ക്യാഷ് ബാലൻസ് 1,00,000 രൂപ കൂടും. സോ ഇപ്പറേ ലയബിലിറ്റി സൈഡിനകത്ത് ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ട് 1,00,000 രൂപയും കൂടെ കൂടും. ടാലി ആയിപ്പോയി. ഓക്കെ. പക്ഷേ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ഫോർ ക്യാഷ് എന്നുള്ള കാര്യം പഠിക്കുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വേണം. 2-3 ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്പർ വൺ, നമുക്കൊരു എക്സ്പെൻസ് ഉണ്ടാവുമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ അത് ഈ വർഷത്തെ കണക്കിൽ കാണിക്കണം. ഫ്യൂച്ചറിൽ അത് റൈറ്റ് ഓഫ് ചെയ്ത് കളയുവാണെങ്കിൽ പോലും ഈ വർഷത്തെ കണക്കിൽ കാണിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആയോ? നമുക്ക് ഒരു ലോസ് ഉണ്ടാവുകയാണെങ്കിൽ, എക്സ്പെൻസിനേക്കാൾ ബെറ്റർ വേർഡ് അതാണ്, നമുക്കൊരു ലോസ് ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പായാൽ, അല്ലെങ്കിൽ നമുക്കൊരു ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലായാൽ അത് നമ്മൾ ഈ വർഷത്തെ കണക്കിൽ കാണിക്കും, അല്ലെങ്കിൽ ഈ വർഷത്തെ അക്കൗണ്ട്സിനകത്ത് അത് കാണിക്കും. ഫ്യൂച്ചറിലാണ് ഉണ്ടാവുന്നതെങ്കിൽ പോലും. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് സൺട്രി ഡെപ്റ്റേഴ്സ് അല്ലേ? അല്ലെങ്കിൽ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം. ബാഡ് ഡെപ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്താണ് ബാഡ് ഡെപ്റ്റ്? സൺട്രി ഡെപ്റ്റേഴ്സിന് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അവർ നമുക്ക് ക്യാഷ് തരാതിരിക്കുന്ന സാഹചര്യത്തിൽ, ദാറ്റ് മീൻസ് ക്രെഡിറ്റ് സെയിൽ നടത്തുന്നു. ക്രെഡിറ്റ് സെയിൽ നടത്തിയിട്ട് എത്ര രൂപയാണോ ക്രെഡിറ്റ് സെയിലായിട്ട് നടത്തുന്നത് അതിനെ നമ്മൾ ഡെപ്റ്റേഴ്സായിട്ട്, നമുക്ക് കിട്ടാനുള്ള അസറ്റായിട്ട് നമ്മൾ മാറ്റിവെക്കുന്നു. ആണല്ലോ? ഇനി ഈ വർഷം അതും ഒരു എക്സാമ്പിൾ മുഖേന ഞാൻ പറയാം. നോക്കിയേ, സൺട്രി ഡെപ്റ്റേഴ്സ് 1,00,000 രൂപയുണ്ടെന്ന് വിചാരിക്കുക. അതായത് ക്രെഡിറ്റ് സെയിൽ നമ്മൾ നടത്തിയിട്ടുണ്ട് 1,00,000 രൂപയ്ക്ക്. 1,00,000 രൂപയുടെ ക്രെഡിറ്റ് സെയിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് 1,00,000 രൂപ കിട്ടാനുണ്ട്. സൺട്രി ഡെപ്റ്റേഴ്സ് ഉണ്ട്. അസറ്റ് സൈഡിനകത്ത് നമുക്ക് ഡെപ്റ്റേഴ്സ് കാണിക്കാം. ഓക്കെ, ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഇപ്പോൾ സപ്പോസ് ഇതിനൊരു 10% നമുക്ക് ബാഡ് ഡെപ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നിയാൽ, 10% നമുക്കൊരു ബാഡ് ഡെപ്റ്റ് ഉണ്ടാവാനുണ്ട് എന്ന് സാധ്യതയുണ്ട് എന്ന് തോന്നിയാൽ നമ്മൾ അപ്പോൾ തന്നെ അതിന് എന്തെടുത്ത് വയ്ക്കും? ഒരു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 10,000 റുപ്പീസ് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അങ്ങനെ ഒരു ബാഡ് ഡെപ്റ്റ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. അത്രയും രൂപ ബാഡ് ഡെപ്റ്റ് ഉണ്ടാവുമോ? അതും അറിയാൻ പാടില്ല. ഇനി അതിനേക്കാൾ കൂടുതലോ കുറവോ ആവാം ബാഡ് ഡെപ്റ്റ് ഉണ്ടാവുന്നതെങ്കിൽ പോലും. ബാഡ് ഡെപ്റ്റ് ഉണ്ടാവുകയോ എന്നൊന്നും ഉറപ്പില്ല. പക്ഷേ നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് അല്ലേ, നമുക്കൊരു ലോസ് ഉണ്ടാവും എന്ന് തോന്നിയാൽ നമ്മൾ തീർച്ചയായിട്ടും അതിനകത്ത് എന്തെടുത്ത് വയ്ക്കും? പ്രൊവിഷൻ എന്ന് പറഞ്ഞൊരു സാധനം എടുത്തു വയ്ക്കും. ഇനി ഭാവിയിൽ ബാഡ് ഡെപ്റ്റ് ഉണ്ടായാൽ നമ്മളത് ഏതിനകത്താണ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണേ? ഈ പറയുന്ന പോലെ പ്രൊവിഷനകത്ത് കൊണ്ടുപോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. സോ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാക്കണം. എനിക്ക് ഡെപ്റ്റേഴ്സിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ്, ഡിബഞ്ചേഴ്സിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡെപ്റ്റേഴ്സിനെ കൂട്ടുപിടിച്ചേ. ആ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായാലേ എനിക്ക് ഡിബഞ്ചർ വളരെ വ്യക്തമായിട്ടും വൃത്തിയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. സോ നോർമൽ കേസിനകത്ത് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അക്കൗണ്ട്സ്
ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമുക്കൊരു ലോസ് ഉണ്ടാവുമെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ലോസ് ഉണ്ടാവുമെന്ന് കൺഫേം ആയാൽ, ലോസ് ഉണ്ടാവുമെന്ന് മനസ്സിലായാൽ, നമ്മൾ അത് ഏത് വർഷം തന്നെ അക്കൗണ്ട് ചെയ്യണം. ഏത് വർഷമാണോ നമുക്കത് മനസ്സിലാവുന്നത് ആ വർഷം തന്നെ നമ്മൾ അതിനെ അക്കൗണ്ട് ചെയ്യണം. കളയുന്നത്, റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നത് എപ്പോൾ മാത്രം മതി? ആക്ച്വൽ ലോസ് ഉണ്ടാവുമ്പോൾ മാത്രം മതി. ഓക്കെ, ആ ഒരു സെൻറ്റൻസ് മനസ്സിലായാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് പ്രോഫിറ്റിനില്ല, മനസ്സിലായോ? നമുക്ക് ഭാവിയിൽ ലോട്ടറി അടിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ബുക്സിനകത്ത് അക്കൗണ്ട് ചെയ്യാറില്ല. അതായത് അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് കൂടുതൽ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അക്കൗണ്ട് ചെയ്യാറില്ല. ലോസിനെ കുറിച്ച് മാത്രമാണ് പറയണേ. ഫ്യൂച്ചറിൽ ഒരു ലോസ് ഉണ്ടാവും എന്ന് തോന്നിയാൽ ആ ലോസിനെ ഇപ്പം തന്നെ അക്കൗണ്ട് ചെയ്യണം, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലോട്ട് കൊണ്ടുവരണം. അത് പിയാണ്ടലോട്ട് ചാർജ് ചെയ്ത് ആക്ച്വൽ ലോസ് എത്രയാണെന്നൊക്കെ അറിയുന്നത് ഭാവിയിൽ മതി. ആ ലോസ് ഉണ്ടാവുമ്പോൾ മതി. പക്ഷേ ഉണ്ടാവുമെന്ന് തോന്നിയാൽ അത് നമ്മൾ ഇപ്പോൾ ചെയ്യണം. ഓക്കെ, മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഏതിലോട്ട് വരാം? ഡിബഞ്ചറിലോട്ട് വരാം. സാധാരണ രീതിയിൽ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന നേരത്തുള്ള ജേർണൽ എൻട്രി ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് 1 lakh. മനസ്സിലായി? ഇനി ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞതുപോലെ ഒരു ഡിബഞ്ചർ എന്ന് പറയുന്ന സാധനം ഒരു എഗ്രിമെൻ്റ് ആണ്. ആ എഗ്രിമെൻറ്റിനകത്ത് വളരെ വൃത്തിയായിട്ട് നമ്മളൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ടാവും. എത്ര രൂപയ്ക്കാണ് നിങ്ങൾ ഇഷ്യൂ ചെയ്യുന്നത്, എത്ര വർഷത്തേക്കാണത്, ആ വർഷം കഴിയുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ റിഡംഷൻ നടത്തണേ, നിങ്ങളിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കണേ. ഓക്കെ, സോ 3 കാര്യങ്ങളാണ് ഒരു ഡിബഞ്ചർ എഗ്രിമെൻറ്റിനകത്തുള്ളത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യണേ, എത്ര രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യണേ. നമ്പർ 2, എത്ര വർഷത്തേക്കാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണേ. ആൻഡ് നമ്പർ 3, ആ കാലാവധി കഴിയുമ്പം എങ്ങനെയാണ് അതിൻ്റെ റിഡംഷൻ നടത്തണേ. സോ നോർമൽ കേസിനകത്ത് ക്യാഷ് ആയിട്ട് വരികയാണെങ്കിൽ, ഡിബഞ്ചർ ക്യാഷ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. The first one is called debenture issue and the second one is called debenture redemption. Redemption എന്ന് വെച്ചാൽ എന്താ? നിങ്ങളിൽ നിന്ന് ഞാൻ തിരിച്ചു വാങ്ങിക്കണേ. മനസ്സിലായി? സോ നമുക്ക് ആദ്യം റിഡംഷൻ വേണ്ട, ഇഷ്യൂ മാത്രം മതി. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 10% ഡിബഞ്ചേഴ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നത്. 1 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വാല്യൂ. ദാറ്റ് മീൻസ് 3 വർഷത്തേക്കാണെന്ന് വിചാരിക്കുക. 3 വർഷത്തേക്ക് നിങ്ങൾ എനിക്ക് 1 ലക്ഷം രൂപ തരണം. എല്ലാ വർഷവും നിങ്ങൾക്ക് 10,000 രൂപ വെച്ച് ഞാൻ തിരിച്ചു തരും. ഞാനിപ്പോൾ റിഡംഷനെ കുറിച്ച് പറയുന്നേ ഇല്ല, ഇഷ്യൂവിനെ കുറിച്ച് മാത്രമാണ് പറയണേ. സോ സാധാരണ രീതിയിൽ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചേഴ്സ് അല്ലേ? ആ 1 ലക്ഷം രൂപ എനിക്ക് കിട്ടി. അങ്ങനെ വരുന്ന നോർമൽ കേസിനെ നമുക്ക് ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറയാം. ഇഷ്യൂഡ് അറ്റ് ഇഷ്യൂ ആണ് ആദ്യത്തെ കേസിനകത്ത്. ഇഷ്യൂഡ് അറ്റ് പാർ വാല്യൂ, ഫേസ് വാല്യൂ, ബേസ് വാല്യൂ എന്നൊക്കെ പറയാം. സോ ഇഷ്യൂഡ് അറ്റ് പാർ. ഇവിടെ എനിക്കൊരു അഡീഷണൽ പ്രോഫിറ്റോ അഡീഷണൽ ലാഭമോ ഒന്നുമില്ല. പറഞ്ഞ മനസ്സിലാവുണ്ടല്ലോ? അതായത് 10 രൂപയാണെങ്കിൽ, എക്സാമ്പിൾ ആണേ, 10 രൂപയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ടിനകത്ത് 10 രൂപ കിട്ടിയതായിട്ടും ലയബിലിറ്റി ആയിട്ട് 10 രൂപയും നമുക്ക് കാണിക്കാം. സോ ഡെബിറ്റ് ബാലൻസ് 10 രൂപ വരും, ക്രെഡിറ്റ് ബാലൻസ് 10 രൂപയും. അസറ്റ് 10 രൂപ കൂടും, ക്യാഷ് കൂടും, ലയബിലിറ്റി 10 രൂപ കൂടും, ഡിബഞ്ചറും കൂടും. സോ ഇറ്റ്സ് കോൾഡ് ഇഷ്യൂഡ് അറ്റ് പാർ. ആൻഡ് ദ സെക്കൻഡ് വൺ, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. 10 രൂപ വിലയുള്ള ഡിബഞ്ചർ ഞാൻ നിങ്ങൾക്ക് 12 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യണേ. സോ ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ എത്രയാണ്? 10 രൂപയാണ്. ദാറ്റ് മീൻസ് ഡിബഞ്ചറിന്റെ വാല്യൂ ആയിട്ട് എത്ര രൂപ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ? 10 രൂപ മാത്രമായിട്ടേ കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ നിങ്ങളിൽ നിന്ന് എത്ര രൂപയ്ക്കാണ് ഞാൻ നിങ്ങൾക്ക് അത് തരണേ? 12 രൂപയ്ക്കാണ് തരണേ അല്ലേ? സോ ജേർണൽ എൻട്രി എന്ത് വരും എന്ന് ആലോചിച്ച് നോക്കിയേ. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ 12 രൂപ കിട്ടി. സോ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ 12, ടു ഡിബഞ്ചർ 10, ടു പ്രീമിയം 2. മനസ്സിലായോ? അതായത് പ്രീമിയത്തിലാവുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ 10 രൂപ, ബാങ്ക് അക്കൗണ്ട് വഴി 12 രൂപ കിട്ടുന്നതായിട്ട് വേണം. ദാറ്റ് മീൻസ് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ 12, ടു ഡിബഞ്ചർ 10 രൂപ വരും, ടു പ്രീമിയം 2 രൂപ വരും. മനസ്സിലായി? ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ മാത്രമേ ഏതിലോട്ട് കൊണ്ടുപോകാവൂ? ഡിബഞ്ചറിലോട്ട് പോകാവൂ. സോ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് 12 രൂപ ബാങ്ക് ബാലൻസ് കൂടും, ലയബിലിറ്റി സൈഡിനകത്ത് 10 രൂപ ഡിബഞ്ചർ ആയിട്ടും പോവും, 2 രൂപ പ്രീമിയം ആയിട്ടും വരും, സെക്യൂരിറ്റി പ്രീമിയം ആയിട്ട്, ഡിബഞ്ചർ പ്രീമിയം ആയിട്ടും വരും. ആൻഡ് ദ തേർഡ് വൺ ഈസ് കോൾഡ് ഡിസ്കൗണ്ട്. ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്.
10 രൂപ വിലയുള്ള ഡിബഞ്ചർ ഞാൻ നിങ്ങൾക്ക് വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 9 രൂപയ്ക്കാണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എത്ര രൂപ തന്നെ തരും? 10 രൂപ തന്നെ തരും. അല്ലെങ്കിൽ 10 രൂപയുടെ ഡിബഞ്ചർ തന്നെ ആ എഗ്രിമെൻറ്റിനകത്ത് ഞാൻ എഴുതി തരുന്നത് 10 രൂപ വിലയുള്ള ഡിബഞ്ചർ തന്നെയാണ്. മനസ്സിലായോ? ദാറ്റ് മീൻസ് ഭാവിയിൽ നിങ്ങൾ ആ എഗ്രിമെൻറ്റുമായിട്ട് കൊണ്ടുവരുന്ന നേരത്ത് ഞാനിത് എന്ത് ചെയ്യേണ്ടി വരും? ഭാവിയിൽ ആ എഗ്രിമെൻറ്റുമായിട്ട് നിങ്ങൾ വരുന്ന നേരത്ത് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഞാൻ 10 രൂപ തിരിച്ചു തരേണ്ടി വരും. പക്ഷേ 10 രൂപ വിലയുള്ള ഡിബഞ്ചർ ഞാൻ ഇപ്പോൾ തരുന്നത് എത്ര രൂപയ്ക്ക് മാത്രമാണ്? 9 രൂപയ്ക്ക് മാത്രമാണ്. ദാറ്റ് മീൻസ് ബാങ്ക് അക്കൗണ്ടിനകത്ത് എനിക്ക് 9 രൂപയെ കിട്ടുള്ളൂ. ആണോ? ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ലോസാണ്. ഈ വർഷമാണ് ഇഷ്യൂ ചെയ്യുന്നത്. 3 വർഷം കഴിഞ്ഞിട്ടാണ് റിഡംഷൻ നടത്തണേ. ഈ വർഷമാണ് ഇഷ്യൂ ചെയ്യണേ. സോ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ലോസാണ് 1 രൂപ. മനസ്സിലായോ? ഡിബഞ്ചറിൻ്റെ വാല്യൂ എത്ര രൂപയും വരും? 10 രൂപയും വരും. ദാറ്റ് മീൻസ് ജേണൽ എൻട്രി എഴുതുന്ന നേരത്ത് ബാങ്ക് അക്കൗണ്ടിനകത്ത് 9 രൂപ കാണിക്കാം അല്ലേ? ഡിസ്കൗണ്ടിനകത്താണ് ഇഷ്യൂ ചെയ്യണേ. ദാറ്റ് മീൻസ് അത് ലോസ് ആണ്. സോ എന്ത് വരും? ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 1 രൂപ കാണിക്കാം. ഡിബഞ്ചറിൻ്റെ വാല്യൂ 10 രൂപ കാണിക്കാം. ഓക്കെ, ആ ഡിബഞ്ചർ എഗ്രിമെൻറ്റിനകത്ത് ഇഷ്യൂവിനെ കുറിച്ച് മാത്രമല്ല പറയണേ. ആ ഡിബഞ്ചറിൻ്റെ എഗ്രിമെൻറ്റിനെ കുറിച്ച് ഇഷ്യൂവിനെ കുറിച്ച് മാത്രമല്ല പറയണേ, ഏതിനെക്കുറിച്ചും പറയുന്നുണ്ട്? റിഡംഷനെ കുറിച്ചും പറയുന്നുണ്ട്. മനസ്സിലായോ? അവിടെ ഇഷ്യൂവിനെ കുറിച്ച് മാത്രമല്ല പറയണേ, റിഡംഷനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഇഷ്യൂവിനെ കുറിച്ച് മാത്രമാണ് പറയണേ. റിഡംഷൻ്റെ പാർട്ട് അവിടെ നിൽക്കട്ടെ, എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സോ റിഡംഷൻ്റെ പാർട്ട് അവിടെ നിൽക്കട്ടെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഇഷ്യൂവിൻ്റെ പാർട്ട് മാത്രമാണ്. സോ നോക്കിയേ, 10% ഡിബഞ്ചേഴ്സ് ഫോർ റുപ്പീസ് 1 lakh. ഇഷ്യൂവിനാണെങ്കിൽ 10 രൂപ വരെയുള്ള ഡിബഞ്ചറാണ് നിങ്ങൾക്ക് തരണേ, നിങ്ങൾ എനിക്ക് തരണം 10 രൂപ തന്നെയാണ്. സോ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ 10 രൂപ കാണിക്കാം. സെക്കൻഡ് വൺ, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. 10 രൂപ വിലയുള്ള ഡിബഞ്ചർ ഞാൻ നിങ്ങൾക്ക് തരുന്നത് 12 രൂപയ്ക്കാണ്. സോ നിങ്ങൾ എനിക്ക് 2 രൂപ കൂടുതൽ തരണം. സോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 12, ടു ഡിബഞ്ചേഴ്സ് 10, ടു സെക്യൂരിറ്റീസ് പ്രീമിയം 2. ഇതെൻ്റെ എല്ലാത്തിൻ്റെയും ജേണൽ എൻട്രി ചെയ്താവേ, ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ഡിസ്കൗണ്ടിനാണെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ഡിസ്കൗണ്ടിനാണ്. അതായത് 10 രൂപ വിലയുള്ള ഡിബഞ്ചർ നിങ്ങൾ എനിക്ക് 9 രൂപ മാത്രമേ തരുന്നുള്ളൂ, 1 രൂപ എനിക്ക് ലോസ് അല്ലേ. സോ ജേണൽ എൻട്രി ഇത് വരും. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 9, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് റുപ്പീസ് 1 ആൻഡ് ഡിബഞ്ചർ അക്കൗണ്ട് ടു ഡിബഞ്ചർ എത്ര രൂപ വരും? 10 രൂപ വരും. ചെയ്താൽ മനസ്സിലായോ? ഇനി റിഡംഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിലോട്ട് കിടക്കാം. ദാറ്റ് മീൻസ് ഇഷ്യൂ എന്ന് പറയുന്ന പോർഷൻ അവിടെ നിന്നു റിഡംഷൻ ആണ് നടത്തണേ. റിഡംഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എഗ്രിമെൻറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ? നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന ഒരു എഗ്രിമെൻറ്റ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. എന്താണ് ഡിബഞ്ചർ എന്നും എത്രയൊക്കെയാണ് അതിൻ്റെ കാലാവധി എന്നും മാസം അല്ലെങ്കിൽ ഇയർലി ഞാൻ നിങ്ങൾക്ക് എത്ര തരം പലിശയൊക്കെ തരണം എന്ന് പറഞ്ഞ ഒരു ഡിബഞ്ചർ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ദേ ഈ പറയുന്നത് പോലെ പ്രൈസ് തന്ന് നിങ്ങളത് വാങ്ങിച്ചിട്ടുണ്ട്. ആഫ്റ്റർ 3 years, ഇതൊരു 3 വർഷത്തെ എഗ്രിമെൻ്റ് ആണെന്ന് വിചാരിക്കുക. ആഫ്റ്റർ 3 years നിങ്ങളിതെനിക്ക് തിരിച്ചു തരുന്ന നേരത്ത് ഞാൻ നിങ്ങൾക്ക് ക്യാഷ് തരണം ആണല്ലോ. ഇതിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 1 lakh rupees ആയിരുന്നു ഇതിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ 10 lakh rupees ആയിരുന്നു ഇതിൻ്റെ വാല്യൂ, സംതിങ് എത്ര ആയിക്കോട്ടെ. സോ അത്രയും രൂപയായിരുന്നു അതിൻ്റെ വാല്യൂ. ആ വാല്യൂ നിങ്ങൾ എനിക്ക് ആ എഗ്രിമെൻറ്റ് തിരിച്ച് 3 വർഷം കഴിഞ്ഞിട്ട് ആ എഗ്രിമെൻറ്റ് എനിക്ക് തിരിച്ച് തരുന്ന സമയത്ത് ഞാൻ ആ വാല്യൂ നിങ്ങൾക്ക് തരണം. സോ ഇറ്റ്സ് കോൾഡ് റിഡംഷൻ. റിഡംഷനകത്തും ഈ പറയുന്നത് പോലെ 3 സാഹചര്യങ്ങൾ വരും. 1, 2, 3. ഏതൊക്കെയാ? ദ ഫസ്റ്റ് വൺ, റെഡീംഡ് അറ്റ് പാർ വാല്യൂവിൽ തന്നെയാണ് ഡിബഞ്ചർ റിഡംഷൻ നടത്തണേ. സോ അവിടെ എന്ത് ചെയ്യണം? നിങ്ങളുടെ കൈവശമുള്ള അല്ലെങ്കിൽ എൻ്റെ ലൈബിലിറ്റി ആയിട്ടുള്ള ഡിബഞ്ചറിനെ ഞാൻ ക്യാൻസൽ ചെയ്യും. പകരം ഞാൻ 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 രൂപ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും. സോ അവിടെ ജേണൽ എൻട്രി എന്ത് വരും? ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അല്ലേ. 10 രൂപ ഡിബഞ്ചർ ആയിരുന്നു, അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ലയബിലിറ്റി ആണ്, അതില്ലാതെ ആവണം. സോ ഡിബഞ്ചർ അക്കൗണ്ട് 10 ടു ബാങ്ക് 10, 10 രൂപ ബാങ്ക് വഴിയാണ് പോണേ ടു ബാങ്ക് എന്നെഴുതി. അടുത്തത് ഡിബഞ്ചർ റെഡീംഡ് അറ്റ് പ്രീമിയം. ഡിബഞ്ചർ റെഡീംഡ് അറ്റ് പ്രീമിയം. റെഡീംഡ് അറ്റ് പ്രീമിയം എന്ന് വെച്ചാൽ 10 രൂപ വിലയുള്ള ഡിബഞ്ചറാണ് ഞാൻ നിങ്ങൾക്ക് തരണേ അല്ലേ. പക്ഷെ അത് റിഡംഷൻ നടത്തുന്നത് എങ്ങനെയാണ്? പ്രീമിയത്തിനാണ്. ദാറ്റ് മീൻസ് പ്രീമിയത്തിനാണ്. ദാറ്റ് മീൻസ് 10 രൂപ വിലയുള്ള ഡിബഞ്ചർ നിങ്ങൾ എനിക്ക് തിരിച്ച് തരണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 12 രൂപ തരണം. റിഡംഷൻ അറ്റ് പ്രീമിയം, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം അല്ല. ഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്ന് പറയുന്നത് എനിക്ക് ലാഭവും റിഡംഷൻ അറ്റ് പ്രീമിയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലാഭമാണ്. ദാറ്റ് മീൻസ് എനിക്ക് നഷ്ടമാണ് ആണോ അല്ലേ? 10 രൂപ വിലയുള്ള ഡിബഞ്ചർ നിങ്ങൾ എനിക്ക് തിരിച്ചു തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് 12 രൂപ തരണം എന്ന് പറയുമ്പോൾ 2 രൂപ എനിക്ക് നഷ്ടമാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ ഡിബഞ്ചറിൻ്റെ വാല്യൂ ആയിട്ട് 10 രൂപ കണക്കാക്കാം. ഡിബഞ്ചറിൻ്റെ വാല്യൂ ആയിട്ട് 10 രൂപ കണക്കാക്കാം അല്ലേ. ലോസ് ആയിട്ട് 2 രൂപ കണക്കാക്കാം. അങ്ങനെ ബാങ്ക് വഴി 12 രൂപ നിങ്ങൾക്ക് ഞാൻ തരാം.
ഞാൻ പറയുന്നത് മനസ്സിലാവണ്ടല്ലോ. 10 രൂപ ബാങ്ക് വഴി ഞാൻ നിങ്ങൾക്ക് തരും. 10 രൂപ ഡിബഞ്ചറാണ് ക്യാൻസൽ ആവണേ. 2 രൂപ ഞാൻ നിങ്ങൾക്ക് അഡീഷണലി തരണ. സോ ആ രണ്ടും കൂടെ ലോസ് ആയിട്ട് കണക്കാക്കാം. ആൻഡ് ദ തേർഡ് വൺ ഇവിടെ നോക്കി 12 രൂപ നമുക്ക് എന്തായിട്ട് വരും? ഞാൻ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് തരും. മനസ്സിലായോ? ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇത് ഡിസ്കൗണ്ടിനകത്താണ് എന്ത് ചെയ്യണേ? നിങ്ങളിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കണേ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡിബഞ്ചർ 10 രൂപ വിലയുള്ള ഡിബഞ്ചർ ഞാൻ റിഡംഷൻ നടത്തുന്നത് ഡിസ്കൗണ്ടിലാണ്. സോ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആണെങ്കിൽ എനിക്ക് ലോസാണ്. ആണോ? ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആകുമ്പോൾ എനിക്ക് ലോസാണ്. റെഡീമഡ് അറ്റ് ഡിസ്കൗണ്ട് ആകുമ്പോഴോ എനിക്ക് ലാഭമാണ്. കാരണം എന്താ? 10 രൂപ വിലയുള്ള ഡിബഞ്ചർ ഞാൻ 9 രൂപ മാത്രം തന്നാൽ മതി. 1 രൂപ എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് വരും. 10 രൂപ ഡിബഞ്ചർ ക്യാൻസൽ ആവും. സോ ഡിബഞ്ചർ അക്കൗണ്ട് അറ്റ് 10 എന്ന് കാണിക്കാം. ഞാൻ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് എത്രയേ തരുന്നുള്ളൂ? 9 മാത്രമേ തരുന്നുള്ളൂ. ഓക്കെ. സോ ആ 9നെ എനിക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ബാങ്ക് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ബാലൻസ് 1 വരും. അതിനെ എനിക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഡിസ്കൗണ്ട് ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞിട്ട് 1 ലക്ഷം രൂപ എൻ്റെ പ്രോഫിറ്റാണ്, അല്ലെങ്കിൽ എൻ്റെ ലാഭമാണ്. എനിക്കത് റവന്യൂ ആയിട്ട് കണക്കാക്കാം. 6 സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? ദാറ്റ് മീൻസ് ഡിബഞ്ചർ എങ്ങനെയൊക്കെയാണ് ഇഷ്യൂ ചെയ്യേണ്ടത്, ഡിബഞ്ചർ എങ്ങനെയൊക്കെയാണ് റിഡംഷൻ നടത്തേണ്ടത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഇത് രണ്ടും കൂടെ അങ്ങ് ഒരുമിച്ച് വരും. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ ഡിബഞ്ചർ എഗ്രിമെൻറ്റിനകത്ത് എങ്ങനെയാണ് നിങ്ങൾ ഇഷ്യൂ ചെയ്യുന്നതെന്നും എത്ര വർഷത്തേക്കാണെന്നും ആ വർഷം കഴിയുമ്പോൾ അതെങ്ങനെ റിഡംഷൻ നടത്തേണ്ടതെന്നും നമുക്ക് അറിയാൻ പറ്റും. മനസ്സിലായോ? സോ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 1st January 2020 ആൻഡ് 31st December 2023. 1st January 2020 നമ്മൾ ഇഷ്യൂ ചെയ്യണേ. ഓക്കെ. 31st December 2023 നമ്മൾ ഇതിനെ എന്ത് ചെയ്യാൻ പോവാ? റിഡംഷൻ നടത്താൻ പോവാം. മനസ്സിലായോ? സോ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യം, അതിലോട്ട് ആ പോയിന്റിലോട്ട് ഞാൻ എത്താം. അതിനു മുമ്പ് ഈ പറയുന്നത് പോലെ 1/1/2020 ഈ ഡിബഞ്ചർ എന്ന് പറയുന്ന സാധനം ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ അതെങ്ങനെയാണ് റിഡംഷൻ നടത്തണതെന്നും നമുക്കറിയാൻ പറ്റും അല്ലേ? 1/1/2020 ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ എങ്ങനെയാണ് ആ ഡിബഞ്ചർ റിഡംഷൻ നടത്തണേ എന്നും നമുക്കറിയാൻ പറ്റും. കാരണം എന്താ? ആ എഗ്രിമെന്റിനകത്ത് അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. ഇനി ആദ്യം പറഞ്ഞൊരു പോയിന്റ്, ആ ഡെപ്റ്റേഴ്സിനെയൊക്കെ കൂട്ടുപിടിച്ച് ഞാനൊരു പോയിന്റ് പറഞ്ഞില്ലായിരുന്നു. ആ പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചേ. ഫ്യൂച്ചറിൽ ലോസ് ഉണ്ടാവുമെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ അതിനെ നമ്മൾ ഇപ്പോൾ അക്കൗണ്ട് ചെയ്യണം. അതായത് 1/1/2020 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന നേരത്ത് ഫ്യൂച്ചറിൽ ലോസ് ഉണ്ടാവോ എന്ന് മനസ്സിലായാൽ, അതായത് അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ നമുക്ക് ലോസ് ഉണ്ടാവും എന്ന് മനസ്സിലായാൽ നമ്മൾ അത് ഇപ്പോൾ അക്കൗണ്ട് ചെയ്യണം. റൈറ്റ് ഓഫ് ചെയ്യുന്നത് 2023 റൈറ്റ് ഓഫ് ചെയ്താൽ മതി. പക്ഷേ നമ്മളിപ്പോൾ അതിനെ എന്ത് ചെയ്യേണ്ടി വരും? അക്കൗണ്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായി? സോ നമ്മളിവിടെ എഴുതുന്ന ജേർണൽ എൻട്രി മൊത്തം ഇഷ്യൂവിൻ്റെ സമയത്താണ്. പക്ഷെ ഇവിടെ നോക്കിയേ, ഇഷ്യൂഡ് ചെയ്തിട്ട് റിഡംഷൻ അറ്റ് പാർ നമുക്ക് ലോസ് ഉണ്ടാവുമോ? ഇല്ല. എങ്ങനെയാ? ഒരു അഡീഷണൽ ലോസ് ഉണ്ടാവില്ല. പക്ഷേ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, റെഡീമഡ് അറ്റ് പ്രീമിയം. നോക്കിയേ, റെഡീമഡ് അറ്റ് പ്രീമിയം 10 രൂപ വിലയുള്ള സാധനം 12 രൂപയ്ക്കാണ് ഞാൻ തിരിച്ചു വാങ്ങിക്കണേ. ആണോ? 10 രൂപ വിലയുള്ള സാധനം 12 രൂപയ്ക്കാണ് ഞാൻ എന്ത് ചെയ്യണേ? നിങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കണേ. അതായത് റെഡീമഡ് അറ്റ് പ്രീമിയം ആണെങ്കിൽ എനിക്ക് 2 രൂപ ലോസ് ഉണ്ടാവും. ലോസ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? 2023. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ. റെഡീമഡ് അറ്റ് പ്രീമിയം ആണെങ്കിൽ എനിക്ക് 2 രൂപ ലോസ് ഉണ്ടാവും. 2 രൂപ ലോസ് ഉണ്ടാവുന്നത് 2023. പക്ഷേ ഞാനത് എപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തു? 2020 ഐഡൻറ്റിഫൈ ചെയ്തു. അങ്ങനെ വരുന്ന നേരത്ത് ഞാൻ അതിനെ 2020 തന്നെ അക്കൗണ്ട് ചെയ്യണം. പക്ഷേ ലോസ് ആണെന്ന് പറഞ്ഞ് റൈറ്റ് ഓഫ് ചെയ്തത് എപ്പോൾ മതി? 2023 മതി. മനസ്സിലായോ? ആൻഡ് ദ തേർഡ് വൺ, റെഡീമഡ് അറ്റ് ഡിസ്കൗണ്ട്. റെഡീമഡ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് 1 രൂപ ലാഭമാണ് അല്ലേ? 1 രൂപ ലാഭമാണ്. ലാഭം ഫ്യൂച്ചറിൽ ലാഭം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മളിപ്പോൾ നോക്കേണ്ട കാര്യമില്ല. ഫ്യൂച്ചറിൽ ലോസ് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. സിറ്റുവേഷൻ മനസ്സിലായി? സോ ഇഷ്യൂ 3 തരത്തിലുണ്ട്, റിഡംഷനും 3 തരത്തിലുണ്ട്. നമ്മളിപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ജേർണൽ എൻട്രിയാണ് എഴുതണേ. ആ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ജേർണൽ എൻട്രിക്കകത്ത് റെഡീമഡ് അറ്റ് പാർ ആണെങ്കിലും റെഡീമഡ് അറ്റ് ഡിസ്കൗണ്ട് ആണെങ്കിലും നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. കാരണം 1ൽ നിന്ന് നമുക്ക് ഒരു പ്രോഫിറ്റോ ലോസോ ഉണ്ടാവുന്നില്ല, 3ൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ആണ് ഉണ്ടാവുന്നത്. നമുക്കത് മൈൻഡ് ചെയ്യണ്ട. പക്ഷേ ഇഷ്യൂഡ് അറ്റ് പാറോ പ്രീമിയോ ഡിസ്കൗണ്ട് ആയിക്കോട്ടെ, റെഡീമബിൾ അറ്റ് പ്രീമിയം ആണെങ്കിൽ എങ്ങനെയാ? റെഡീമബിൾ അറ്റ് പ്രീമിയം ആണെങ്കിൽ അവിടെ ഫ്യൂച്ചറിൽ 2 രൂപ ലോസ് ഉണ്ടാവും.
ആ ലോസ് നമ്മൾ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിന് ഇവിടെ അക്കൗണ്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അതായത് ഇതെല്ലാം കോമ്പിനേഷൻ ആയിട്ട് കയറി വരാം. ഇഷ്യൂഡ് അറ്റ് പാർ, റെഡീമഡ് അറ്റ് പാർ, ഇഷ്യൂഡ് അറ്റ് പാർ, റെഡീമഡ് അറ്റ് പ്രീമിയം, ഇഷ്യൂഡ് അറ്റ് പാർ, റെഡീമഡ് അറ്റ് ഡിസ്കൗണ്ട്, ഇനി ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, റെഡീമഡ് അറ്റ് പാർ, അങ്ങനെ ഏത് സിറ്റുവേഷൻ വേണേലും കയറി വരാം. ഞാൻ പറഞ്ഞ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ 2 സിറ്റുവേഷൻസ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്. 2 രീതിയിലാണ് നമുക്ക് ലോസ് പറഞ്ഞത്. എങ്ങനെയൊക്കെയാ? ഒന്ന്, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ചെയ്യുന്ന നേരത്ത് നമുക്ക് ₹1 ലോസ് വരും അല്ലേ? അതേപോലെ റെഡീമബിൾ അറ്റ് പ്രീമിയം ആണെങ്കിൽ നമുക്ക് ₹2 ലോസ് വരും. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആണെങ്കിൽ ₹10 വിലയുള്ള സാധനം ₹9 ഇഷ്യൂ ചെയ്യണേ. സോ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ₹1 ലോസ് വരും. പക്ഷേ റെഡീമഡ് അറ്റ് പ്രീമിയം ആണെങ്കിൽ നിങ്ങൾക്ക് ₹2 ലോസ് വരും. സോ ഈ വരുന്ന സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 2 ലോസിൻ്റെ ഡിഫറൻസ് എന്താ? ഈ ലോസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ഈ ₹1 എന്ന് പറയുന്ന ലോസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അത് ഉണ്ടാവുന്നതും ഈ വർഷം തന്നെയാണ്. ആണോ? ₹1 എന്ന് പറയുന്ന ലോസ് ഉണ്ടാവുന്നത് ഈ വർഷമാണ്. ഓക്കെ, അത് ഐഡൻറ്റിഫൈ ചെയ്തത് ഇപ്പം തന്നെയാണ്. പക്ഷേ ഈ ₹2 പ്രത്യേകത എന്താ? ഈ ₹2 എന്ന് പറയുന്ന ലോസ് ഉണ്ടാവുന്നത് ഇപ്പോഴാണ്, അല്ലെങ്കിൽ ലോസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇപ്പോഴാണ്. പക്ഷേ ആ ലോസ് സംഭവിക്കുന്നത് എപ്പോൾ മാത്രമാണ്? 2023 മാത്രമാണ്. മനസ്സിലായോ? സോ ഇത്രയാണ് ഇഷ്യൂ ആൻഡ് റിഡംഷനെ കുറിച്ച് പറയണേ. ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഷെയർസിനെ പോലെയല്ല, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ റിഡംഷൻ എത്രയാണെന്നും എങ്ങനെയാണെന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ അവിടെ റെഡീമഡ് അറ്റ് പ്രീമിയം ആണെങ്കിൽ നമുക്ക് ലോസ് ഉണ്ടാവും. ആ ലോസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കൊണ്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അതിനെ അക്കൗണ്ട്സിലോട്ട് കൊണ്ടുവരാൻ പറ്റണം. മനസ്സിലായി? ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു 10 മിനിറ്റ്, ഇത്ര നേരം തിയറി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയണേ, ഒരു 10 മിനിറ്റ് ഫേസൊക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ട് വരിക. എന്നിട്ട് നമുക്ക് ഓരോ സിംഗിൾ ജേർണൽ എൻട്രി എങ്ങനെയാണെന്നും ഒരു പ്രോബ്ലവും ചെയ്യാം. ഒരു പ്രോബ്ലം നിങ്ങൾ തനിയെ ചെയ്ത് നോക്കിയാലും മതി. ഓക്കെ, സോ വീഡിയോ ഒരു 2 സെക്കൻഡോ പോട്ടെ, ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ പോസ് ചെയ്യുക. ഈ കണ്ടതെല്ലാം ഒന്ന് ജേർണലൈസ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തൊന്നും കൂടെ കാണാൻ നോക്കുക. എന്നിട്ട് നമുക്ക് ഓരോ ജേർണൽ എൻട്രിയിലോട്ട് കിടക്കാം. പോലെ ഒരു 10 മിനിറ്റ് ഒന്ന് ഫേസ്, ഞാൻ പോകുന്നില്ല, നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് പോയിട്ട് വന്നാൽ മതി. ഓക്കെ, നമുക്ക് ജേർണൽ എൻട്രിയിലോട്ട് കിടക്കാം. ജേർണൽ എൻട്രിയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഓരോ എക്സാമ്പിൾ പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം. നമ്മൾ ഇപ്പം ഇഷ്യൂവിനെ കുറിച്ച് മാത്രമാണ് പറയണേ. ഇഷ്യൂവിൻ്റെ സമയത്തുള്ള ജേർണൽ എൻട്രീസിനെ കുറിച്ചാണ് നമ്മൾ എഴുതണേ. മനസ്സിലായോ? അല്ലാതെ റിഡംഷനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കണേ. ഇഷ്യൂവിൻ്റെ സമയത്ത് എപ്പോഴായിരുന്നു? 1 ജാനുവരി 2020 നമ്മൾ ഇഷ്യൂ ചെയ്യണേ. ഇത് റിഡംഷൻ നടത്തുന്നത് 31 ഡിസംബർ 2023. സോ നമ്മൾ ഈ ജേർണൽ എൻട്രി മൊത്തം ഏത് സമയത്തുള്ളതാണ്? ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ളതാണ്. അവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചറിൽ ലോസ് ഉണ്ടാവും എന്ന് ഐഡൻറ്റിഫൈ ആയാൽ അത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, പക്ഷെ അത് എന്ത് ചെയ്യാനും പറ്റില്ല, റൈറ്റ് ഓഫ് ചെയ്യാനും പറ്റില്ല. സോ നോക്കാം. ജേർണൽ എൻട്രി നമ്പർ 1, ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റെഡീമബിൾ അറ്റ് പാർ. ₹10 വിലയുള്ള സാധനം നിങ്ങൾക്ക് ഞാൻ ₹10 തന്നെയാണ് തരുന്നത്. നിങ്ങളിൽ നിന്ന് ഞാൻ അത് തിരിച്ചു വാങ്ങിക്കുന്നത് എത്ര രൂപയ്ക്കാണ്? ₹10 തന്നെയാണ്. സോ ജേർണൽ എൻട്രി എന്ത് വരും? ഇപ്പോൾ അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ബാങ്ക് അക്കൗണ്ട് അപ്റ്റഡ് ടു ഡിബഞ്ചേഴ്സ് എന്ന് പറയും അല്ലേ? ബാങ്ക് അക്കൗണ്ട് അപ്റ്റഡ് ടു ഡിബഞ്ചേഴ്സ്. ഇഷ്യൂ ചെയ്യുന്ന സമയത്തല്ല, റിഡംഷൻ്റെ സമയത്ത് ലോസ് ഉണ്ടോ എന്ന് മാത്രം ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ മതി. ഇല്ലല്ലോ. സോ ബാങ്ക് അക്കൗണ്ട് അപ്റ്റഡ് ടു ഡിബഞ്ചേഴ്സ്. നമ്പർ 2, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റെഡീമബിൾ അറ്റ് പാർ. അതായത് ₹10 വിലയുള്ള സാധനം നിങ്ങൾക്ക് ഞാൻ ₹9 ഇഷ്യൂ ചെയ്യണേ. പക്ഷേ ഇത് തിരിച്ചു വാങ്ങിക്കുമ്പോൾ ഞാൻ എത്ര രൂപ തന്നെ നിങ്ങൾക്ക് തരും? ₹10 തന്നെ തരും. മനസ്സിലായി? സോ ഇവിടെ എനിക്ക് ₹1 ലോസാണ്. ആ ലോസ് ഇപ്പോഴത്തെ ലോസാണോ ഫ്യൂച്ചർ ലോസാണോ? ഇപ്പോഴത്തെ ലോസ് അല്ലേ? എങ്ങനെയാ? ₹10 വിലയുള്ള സാധനം ഞാൻ നിങ്ങൾക്ക് ₹9 തരണേ. ദാറ്റ് മീൻസ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 9, ഓക്കെ, ആൻഡ് ഡിസ്കൗണ്ട് ആൻഡ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ₹1 ആൻഡ് ടു ഡിബഞ്ചർ അക്കൗണ്ട് ₹10. ചെയ്ത് മനസ്സിലായല്ലോ? ഇവിടെ എനിക്ക് ₹1 ലോസാണ്. ആ ലോസ് ഫ്യൂച്ചർ ലോസ് അല്ല, എനിക്ക് ഇപ്പം ഉണ്ടായ ലോസാണ്, ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ലോസാണ്. ആൻഡ് നമ്പർ 3, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റെഡീമബിൾ അറ്റ് പാർ. ₹10 വിലയുള്ള സാധനം നിങ്ങൾക്ക് ഞാൻ ₹12 തരണേ. ഫ്യൂച്ചർ റിഡംഷൻ നടത്തുന്നത് എങ്ങനെയാ? പ്രീമിയത്തിലും അല്ല, ഡിസ്കൗണ്ടിലും അല്ല, പാറിലാണ്. സോ ഫ്യൂച്ചറിൽ ഒരു ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ദാറ്റ് മീൻസ് ഇവിടെ ₹12 എനിക്ക് കിട്ടും. ആ കിട്ടുന്ന ₹12 ₹10 ഡിബഞ്ചറായിട്ടും ₹2 ഏതുമായിട്ടും പോവും? പ്രീമിയമായിട്ടും പോവും. മനസ്സിലായോ? നെക്സ്റ്റ് വൺ,
ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റെഡീമബിൾ അറ്റ് പ്രീമിയം. ശ്രദ്ധിച്ചേ, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം 10 രൂപ വിലയുള്ള സാധനം, ഓക്കെ, ഞാൻ നിങ്ങൾക്ക് 12 രൂപയ്ക്കാണ് എന്ത് തരണേ, ഇഷ്യൂ ചെയ്യണേ. സോ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. സോ ഇപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 12 രൂപ കിട്ടും അല്ലേ? ഡിബഞ്ചറിലോട്ട് ഡിബഞ്ചറിലോട്ട് 10 രൂപ പോവും, സെക്യൂരിറ്റി പ്രീമിയത്തിലോട്ട് 2 രൂപ പോവും. ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. ഇഷ്യൂഡ് അറ്റ് പ്രീമിയം 10 രൂപ വിലയുള്ള സാധനം 12 രൂപയ്ക്കാണ് ഞാൻ എന്ത് ചെയ്യണേ, നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യണേ. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 12 ആൻഡ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 10 ആൻഡ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ 2. മനസ്സിലായോ? പക്ഷേ ഇവിടെ നോക്കിയേ, റെഡീമബിൾ അറ്റ് പ്രീമിയമാണ്. റെഡീമബിൾ അറ്റ് പ്രീമിയം എന്ന് വെച്ചാൽ 10 രൂപ വിലയുള്ള ഡിബഞ്ചർ ഞാൻ നിങ്ങൾക്ക് റിഡംഷൻ നടത്തുന്നത്, നിങ്ങളിൽ നിന്ന് ഞാൻ തിരിച്ചു വാങ്ങിക്കുന്നത് 13 രൂപയ്ക്കാണ്. ഓക്കെ, എപ്പോഴാണ്? അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ. 2023 ഈ ഡിബഞ്ചർ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കുന്ന നേരത്ത് ഞാൻ നിങ്ങൾക്ക് തരുന്നത് 10 രൂപ വിലയുള്ള സാധനം ഞാൻ നിങ്ങൾക്ക് തരുന്നത് എത്ര രൂപയ്ക്കാണ്? 13 രൂപയ്ക്കാണ്. സോ അവിടെ എനിക്ക് 3 രൂപ ലോസ് ഉണ്ടാവും അല്ലേ? ആ ലോസ് ആണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ 3 രൂപ കാണിക്കണേ. ഈ ലോസിൻ്റെ പ്രത്യേകത എന്താ? ഇത് ഇപ്പോഴത്തെ ലോസ് അല്ല, ഇത് ഫ്യൂച്ചർ ലോസാണ് അല്ലേ? 2023 ഉണ്ടാവാൻ സാധ്യതയുള്ള ലോസാണ്. സോ ആ ലോസ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് 3 രൂപ. പക്ഷേ അത് നമുക്ക് ഇപ്പോൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയാൻ പറ്റുമോ? പറ്റില്ല. കാരണം ആ 2023 ഉണ്ടാവാൻ സാധ്യതയുള്ള ലോസിനെ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ട് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് 3 രൂപ എഴുതി. ഈ 3 രൂപേനെ നമ്മൾ 2023 ആ ലോസ് ഉണ്ടാവുന്നത് വരെ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് എടുത്തു വയ്ക്കും. മനസ്സിലായല്ലോ? സോ അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ റിഡംഷൻ്റെ സമയത്ത് ലോസ് ഉണ്ടെന്ന് മനസ്സിലായാൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് 3 രൂപ നമുക്ക് കാണിക്കാം. ആ കാണിക്കുന്ന 3 രൂപേനെ നമ്മൾ ഏതുവരെ അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ വരെ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുത്തു വയ്ക്കാം. ചെയ്തോ? മനസ്സിലായോ? കഴിഞ്ഞ ലോസ് എന്ന് പറയുന്നത് നേരത്തെ ഇഷ്യൂ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ലോസ് എന്ന് പറയുന്നത് കറണ്ട് ഇയറിലെ ലോസാണ്. അതുകൊണ്ടാണ് നമ്മളത് എടുത്തു വെക്കാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഫ്യൂച്ചറിൽ ഉണ്ടാവുന്നതാണ് 3 രൂപ ലോസ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പോലെ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ അക്കൗണ്ടിലോട്ട് മാറ്റി വെക്കുന്നു. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റെഡീമബിൾ അറ്റ് പ്രീമിയം. ഇഷ്യൂഡ് അറ്റ് പാർ 10 രൂപ വിലയുള്ള ഷെയറാണ്, നിങ്ങൾക്ക് ഞാൻ 10 രൂപയ്ക്ക് തന്നെയാണ് തരണേ. പക്ഷേ അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ 10 രൂപയുടെ സാധനം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ തിരിച്ചു വാങ്ങിക്കുന്നത് 12 രൂപയ്ക്കാണ്. സോ ആ ടൈമിൽ നമുക്ക് എത്ര രൂപ ലോസ് ഉണ്ടാവും? 2 രൂപയുടെ ലോസ് ഉണ്ടാവും അല്ലേ? സോ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 10 ടു ഡിബഞ്ചർ 10 തന്നെയാണ്. കാരണം എന്താ? ഇഷ്യൂഡ് അറ്റ് പാറാണ്. റിഡംഷൻ അറ്റ് പ്രീമിയം ആയതുകൊണ്ട് 2 രൂപ ലോസ് വരും. ആ ലോസിനെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് 2 രൂപ കാണിക്കാം. അത് നേരത്തെ ചെയ്യുന്നതുപോലെ തന്നെ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലോട്ട് മാറ്റി വയ്ക്കാം 2 രൂപ. മനസ്സിലായോ? അടുത്തത് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റെഡീമബിൾ അറ്റ് പ്രീമിയം. ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ശ്രദ്ധിച്ചേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് 10 രൂപ വിലയുള്ള സാധനം ഞാൻ 8 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യണേ. എനിക്ക് എത്ര രൂപ ലോസാണ്? 2 രൂപ ലോസാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാ, ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ദാറ്റ് മീൻസ് ബാങ്ക് അക്കൗണ്ട് വഴി എനിക്ക് 8 രൂപയെ വരുള്ളൂ ആണോ? ഡിബഞ്ചർ വഴി എനിക്ക് 10 രൂപ കാണിക്കും വേണം. 2 രൂപ എൻ്റെ ലോസാണ്. ഓക്കെ, റിഡംഷൻ നടത്തുന്നത് റെഡീമബിൾ അറ്റ് പ്രീമിയത്തിലാണ്. സപ്പോസ് 13 രൂപയ്ക്കാണ് റിഡംഷൻ നടത്തണതെന്ന് വിചാരിക്കുക. അതായത് 2023 3 വർഷം കഴിഞ്ഞിട്ട് 10 രൂപയുടെ ഷെയർ നിങ്ങൾ എനിക്ക് തിരിച്ചു തരുമ്പോൾ ഞാൻ 13 രൂപ തരണം. ദാറ്റ് മീൻസ് എനിക്ക് എത്ര രൂപ ലോസ് വരും? അവിടെ 3 രൂപ ലോസ് വരും. ആ 3 രൂപ ലോസ് ഞാൻ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ട് ആ ലോസും കൂടെ ഞാൻ ഈ 2ൻ്റെ കൂടെ കാണിച്ച് മൊത്തം 5 രൂപ ലോസ് കാണിക്കും. ആ 5 രൂപയുടെ ലോസിൽ 3 രൂപ ലോസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഫ്യൂച്ചർ വരെ ദ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ട് ആ 3 രൂപ നമ്മൾ മാറ്റി വയ്ക്കും. ദാറ്റ് മീൻസ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് വഴി 8 രൂപ വരും. നമ്മുടെ ലോസ് 5 രൂപയായിരിക്കും. ഡിബഞ്ചറിൻ്റെ വാല്യൂ 10 രൂപയാണ്. ഈ 5 രൂപയ്ക്കകത്ത് 2 രൂപ ഇപ്പോഴത്തെ ലോസും 3 രൂപ ഫ്യൂച്ചർ ലോസുമാണ്. ആ 3 രൂപേനെ നമ്മൾ ഫ്യൂച്ചർ വരെ എടുത്തു വയ്ക്കും. മനസ്സിലായി? സോ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 8, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് 2 + 3, 2 കറണ്ട് ഇയറിലെ 3 ഫ്യൂച്ചറിലെ, ആൻഡ് 2 ഡിബഞ്ചേഴ്സ് 10, 2 പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്
3. മനസ്സിലായല്ലോ? ഇത്രയാണ് നമുക്ക് ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് നമുക്ക് പറഞ്ഞു. നമുക്കൊരു ഇല്ലുസ്ട്രേഷനും കൂടെ നോക്കാം. ഓരോന്നിൻ്റെയും നമുക്ക് ഇല്ലുസ്ട്രേഷനും കൂടെ നോക്കാം കേട്ടോ. ഞാനത് വായിക്കാം, നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. That means, journalize the following transaction, narration is not required. Issued 12% 1 lakh debentures of rupees 100 each. മനസ്സിലായി? 1 ലക്ഷം ഡിബഞ്ചേഴ്സ് ആണ്, 100 രൂപ വെച്ച് 1 കോടി രൂപ വരും. 1 കോടി രൂപയുടെ ഡിബഞ്ചർ ആണ് പറഞ്ഞത്. സോ ആദ്യത്തെ അറ്റ് പാർ ആൻഡ് റെഡീമബിൾ അറ്റ് പാർ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇഷ്യൂവിനെ കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. റിഡംഷൻ അറ്റ് പ്രീമിയം ആണെങ്കിൽ മാത്രമേ ഇഷ്യൂവിൻ്റെ സമയത്ത് ഒരു എൻട്രി വരുള്ളൂ അല്ലേ? പ്രീമിയം എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ലോസ് ആണ്, അപ്പോൾ മാത്രമേ റിഡംഷൻ്റെ സമയത്ത് ഒരു എൻട്രി വരുള്ളൂ. ദ ഫസ്റ്റ് വൺ അറ്റ് പാർ ആൻഡ് റെഡീമബിൾ അറ്റ് പാർ. ഡിബഞ്ചറിൻ്റെ വാല്യൂ എത്രയാണ്? 1 കോടി രൂപയാണ് ഡിബഞ്ചറിൻ്റെ വാല്യൂ. സോ ജേണൽ എൻട്രി എന്ത് വരും? വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ജേണൽ എൻട്രി എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ്. എഴുതിക്കോ. ഞാനിത് എല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു പേപ്പറിനകത്ത് എഴുതുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാവും. മനസ്സിലായി? ഞാൻ അതുകൊണ്ടാണ് പേപ്പറിനകത്ത് എഴുതിക്കൊണ്ട് വന്നത്, അല്ലെങ്കിൽ എനിക്കിത് വീണ്ടും സ്ക്രോൾ ചെയ്യേണ്ടി വരും. സോ ഫസ്റ്റ് ജേണൽ എൻട്രി അറ്റ് പാർ റെഡീമബിൾ അറ്റ് പാർ. ഫ്യൂച്ചറിൽ ലോസ് ഉണ്ടോ എന്ന് നോക്കുക. ഫ്യൂച്ചറിൽ ലോസ് ഇല്ല. സോ ജേണൽ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു 12% ഡിബഞ്ചേഴ്സ് 1 crore എന്ന് കാണിക്കാം. 1 കോടി രൂപ കാണിക്കാം. നമ്പർ 1. ആൻഡ് നമ്പർ 2 10% ഡിസ്കൗണ്ട് ആണ് ആൻഡ് റെഡീമബിൾ അറ്റ് പാർ. ഫ്യൂച്ചറിൽ ലോസ് ഇല്ല, പക്ഷെ ഇപ്പോൾ ലോസ് ഉണ്ട്. എത്ര ശതമാനം? 10% ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യണേ. സോ ജേണൽ എൻട്രി എന്ത് വരും? 1 കോടിയുടെ 10%, 10 ലക്ഷം രൂപ വരും അല്ലേ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 90 lakhs, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് 10 lakhs, ടു ഡിബഞ്ചർ അക്കൗണ്ട് 1 crore. ഒരിക്കൽ കൂടെ, ഇഷ്യൂ ചെയ്യുന്ന സമയത്താണ് 10% ലോസ് പറഞ്ഞേ. സോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 90 lakhs, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് 10 lakh, ടു ഡിബഞ്ചർ അക്കൗണ്ട് 1 crore എന്ന് വരും. അടുത്തത് അറ്റ് 10% പ്രീമിയം ആൻഡ് റെഡീമബിൾ അറ്റ് പാർ. പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യണേ. എങ്ങനെ തന്നെയാണ് റിഡംഷൻ നടത്തണേ? പാറിനകത്ത് തന്നെയാണ്. ദാറ്റ് മീൻസ് ഫ്യൂച്ചർ ലോസ് ഇല്ല. സോ അവിടെ 10% പ്രീമിയത്തിലായതുകൊണ്ട് എത്ര വരും? 1 കോടിയുടെ 10%, 10 ലക്ഷം രൂപ നമുക്ക് പ്രീമിയം കിട്ടും അല്ലേ? സോ ജേണൽ എൻട്രി എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 1 കോടി 10 ലക്ഷം രൂപ വരും. ആണോ? 10% പ്രീമിയം. സോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 1 കോടി 10 ലക്ഷം രൂപ, ടു ഡിബഞ്ചർ അക്കൗണ്ട് 1 കോടി രൂപ വരും, ടു പ്രീമിയം അക്കൗണ്ട് 10 ലക്ഷം രൂപ കാണിക്കും. ഓക്കെ. അടുത്തത് അറ്റ് 10% പ്രീമിയം ആൻഡ് റെഡീമബിൾ അറ്റ് പ്രീമിയം ഓഫ് 5%. പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യണേ. സോ ജേണൽ എൻട്രി എന്ത് വരും? 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യണേ. സോ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 1 crore 10 lakh, ടു ഡിബഞ്ചർ അക്കൗണ്ട് 1 crore, ടു സെക്യൂരിറ്റി പ്രീമിയം 10 lakh. ഓക്കെ. അതായത് ഇവിടെ എഴുതാവേ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 1 crore 10 lakh അല്ലേ? ടു ഡിബഞ്ചർ 1 crore വരും, ടു പ്രീമിയം 10 lakhs വരും. പക്ഷേ ഇവിടെ നോക്കിയേ, റെഡീമബിൾ അറ്റ് പ്രീമിയം ഓഫ് 5% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രീമിയത്തിനാണ് അത് റിഡംഷൻ നടത്തണേ. പ്രീമിയത്തിന് റിഡംഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് എന്ത് കാണിക്കാം? ലോസ് ഓൺ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു 5 lakh കാണിക്കാം അല്ലേ? അത് ഫ്യൂച്ചർ ലോസ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ടു പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞ് 5 lakh കൂടെ കാണിക്കാം. മനസ്സിലായല്ലോ? ഫ്യൂച്ചർ ലോസ് ആണ്. സോ ലോസ് നമ്മൾ ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തു. അത് ഫ്യൂച്ചർ വരെ എടുത്തു വെക്കാൻ വേണ്ടി പ്രീമിയം ഓൺ റിഡംഷൻ 5 lakh കൂടെ കാണിച്ചു. ഓക്കെ. അടുത്തത് അറ്റ് പാർ ആൻഡ് റെഡീമബിൾ അറ്റ് പ്രീമിയം ഓഫ് 5%. ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത് പാറിലാണ്. സോ ജേണൽ എൻട്രി എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് 1 crore, പക്ഷേ റെഡീമബിൾ അറ്റ് പ്രീമിയം 5 lakh. സോ അതിപ്പോൾ ഐഡന്റിഫൈ ചെയ്യണം. സോ ഇതേപോലെ തന്നെ ലോസ് ഓൺ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് 5 lakh വരും, താഴെ പ്രീമിയം എന്ന് പറഞ്ഞിട്ട് 5 lakh വരും. സോ കമ്പൈൻഡ് എൻട്രി വരുന്ന നേരത്തെ എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, ടു പ്രീമിയം ഓൺ റിഡംഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ 10% ഡിസ്കൗണ്ട് ആൻഡ് റെഡീമബിൾ അറ്റ് എ പ്രീമിയം ഓഫ് 5%. നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എങ്ങനെയാ? 10% ഡിസ്കൗണ്ട് ആണ് അല്ലേ? 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ജേണൽ എൻട്രി എന്ത് വരും? പറഞ്ഞേ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 90 lakh, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് 10 lakh, ടു ഡിബഞ്ചർ അക്കൗണ്ട് 1 crore അല്ലേ? എങ്ങനെയാ?
ഇഷ്യൂഡ് അറ്റ് 10%. ഇനി നോക്കിയേ, റെഡീമബിൾ അറ്റ് 5% പ്രീമിയം. ദാറ്റ് മീൻസ് അവിടെയും പ്രീമിയത്തിൻ്റെ സമയത്ത് നമുക്ക് ലോസ് വരും. അതെത്രയാ? ഒരു 5 lakh rupees പ്രീമിയത്തിൻ്റെ സമയത്ത് ലോസ് വരും. ദാറ്റ് മീൻസ് നമ്മുടെ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് 10 മാറി 15 ആവും. പക്ഷേ 5 ലക്ഷം രൂപ ഫ്യൂച്ചർ ലോസ് ആണ്. അതുകൊണ്ട് ടു പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞ് 5 ലക്ഷം രൂപ മാറ്റിവെക്കും. ചെയ്ത് മനസ്സിലായോ? ഇപ്പം ഉണ്ടാവുന്ന ലോസ് ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഫ്യൂച്ചറിലെ ലോസ് ആണെങ്കിൽ നമുക്ക് അതും കൂടെ അങ്ങോട്ടും കൂടെ ഒന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. ഓക്കെ, ആൻസർ ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് എഴുതിയെടുത്തേക്ക്, എന്നിട്ട് ഇതും കൂടെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയാൽ മതി. പറഞ്ഞാൽ മനസ്സിലായോ? സോ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിനകത്തുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വളരെ എളുപ്പമാണ്. ഫ്യൂച്ചറിൽ ലോസ് ഉണ്ട് എന്ന് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്താൽ, നമ്മൾ റിഡംഷൻ്റെ പുറകെ പോയിട്ടില്ല കേട്ടോ, റിഡംഷൻ കുറേ പഠിക്കാനുണ്ട്. സോ ഇപ്പോൾ നമ്മൾ ഇഷ്യൂവിനെ കുറിച്ച് മാത്രമാണ് പറയണേ. അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ, ഫ്യൂച്ചറിൽ അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ പ്രീമിയത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ആ ലോസിനെ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് അത് നമ്മൾ പ്രീമിയം ഫോർ റിഡംഷൻ എന്ന് പറഞ്ഞ അക്കൗണ്ടിലോട്ട് മാറ്റി വെക്കണം. വേറെ ഒരു കാര്യവും നമ്മൾ പഠിച്ചിട്ടില്ല. ഈ 2 പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.